ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈദ് സെയിലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നോമ്പ് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ മെഹന്തി ഫീൽഡിൽ ചെയ്ത് വെക്കേണ്ടതെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഈ ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഷീറ്റ് സെലോഫെയിൻ ഷീറ്റ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇത് 3 ടൈപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. നോർമൽ ഷീറ്റ്, അതേപോലെ ഫ്രോസൺ, മെറ്റാലിക്. ഈ 3 വിധത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതാണ്. പിന്നെ ഒരു ഷീറ്റ് മാത്രമായിട്ടല്ല കട്ട് ചെയ്യൽ, ഒരു 4-5 ഷീറ്റ് ഒരുമിച്ച് എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യൽ. കട്ട് ചെയ്യുന്നത് ഒരു നൈഫ് വെച്ചിട്ടാണ്. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ അത്ര തന്നെ ഒരു ഫൈൻ ലുക്ക് കിട്ടില്ല. മറ്റുള്ള ആ വൈറ്റ് കളറിലുള്ള ഷീറ്റ് കുറച്ച് കട്ടി കുറവുള്ളതാണ്. അത് നെയിൽ കോണിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇതാവുമ്പോൾ കട്ടി കൂടുതലുള്ള കാരണം കൊറിയർ അയക്കുമ്പോഴൊക്കെ ഒന്നുകൂടെ സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി ഒന്നും ലീക്കാവാതെ സുരക്ഷിതമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു പീസാണ്. അപ്പോൾ ഇതിൻ്റെ തലപ്പിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കോണിൻ്റെ സൈസ് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കോണാക്കി മാറ്റുമ്പോൾ സീൽ ചെയ്യുന്ന ടൈമിലൊരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് മുറിച്ച് മാറ്റി വെക്കുക. ആ മുറിച്ച് മാറ്റി വെച്ച പീസ് ഞാൻ പ്രാക്ടീസ് കോണിന് വേണ്ടിയിട്ട് എടുക്കലാണ് കേട്ടോ, അല്ലാണ്ട് വേസ്റ്റാക്കി കളയലില്ല. എന്നിട്ട് ബാക്കിയുള്ള ഈ ഭാഗം 3 പാർട്ടായിട്ട് തിരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഓരോ പാർട്ടും 3 പ്രാവശ്യം കട്ട് ചെയ്യുക. അതായത് നടുവിൽ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്യുക, അത് വീണ്ടും മടക്കിയിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുക. ആ ലാസ്റ്റ് കിട്ടുന്ന ഭാഗമാണ് ഒരു കോണിന് വേണ്ടിയിട്ട് യൂസ് ആക്കൽ. അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ അളവ് നോക്കിയിട്ടല്ല കട്ട് ചെയ്യൽ. ഇപ്പോൾ കണ്ടില്ല, ജസ്റ്റ് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കലാണ് പതിവ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5/7 ഇഞ്ചിൽ ആണ് എടുക്കൽ. അല്ലാണ്ട് അളവ് നോക്കി ഇത്രയും ഷീറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാർഗ്ഗമാണ് സ്യൂട്ടബിൾ ആണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക. എനിക്ക് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് പലരും പല രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ള ഗുണം, നോമ്പാണ്, ഇപ്പോൾ ചൂട് കൂടുതലാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. അതേപോലെ നമുക്ക് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന പണി, അങ്ങനെ എല്ലാം കൂടെ ബിസി ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഇത് കട്ട് ചെയ്യലും ഈ ഒരു കോൺ റോൾ ചെയ്തലൊക്കെ ഭയങ്കര ഒരു പണിയായിട്ട് നമുക്ക് അപ്പോൾ ഫീൽ ചെയ്യും. പിന്നെ കൊറിയർ അയക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഫുൾ തിരക്കാവും. അപ്പോൾ ഇപ്പോഴേ ഇത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഒരുപാട് സമയം ലാഭിക്കുക, അതേപോലെ പണിയും തന്നെ ഒരുപാട് കുറഞ്ഞിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴേ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സെയിലാവുമോ എന്നറിയില്ല, എന്നാലും മാക്സിമം പറ്റുന്ന രീതിയിൽ ഫുൾ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലാണ് കോൺ റോൾ ചെയ്തിടുന്നത്. പക്ഷേ ഇപ്പോൾ റോൾ ചെയ്യാനുള്ള ടൈമില്ല, ഒരുപാട് നേരം ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റൊക്കെ ഈ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ്. ഇനി ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇത് റോൾ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ മൈലാഞ്ചി ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.